ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉച്ചയൂണുമായിട്ടാണ്. അപ്പോൾ ഒരു ഉച്ചയൂണിൽ 2 കറിയും അതുപോലെ തന്നെ ഒരു ചോറും മാത്രമേ ഉള്ളൂ, അധികം കറികളൊന്നുമില്ല. അതിനകത്ത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മട്ടൻ്റെ നല്ല കാലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, 5-6 കാല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത് എന്ന് കാണിക്കാനും കൂടിയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാല് പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന്. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും ആരും മറന്നു പോകണ്ട. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വാർക്കാൻ വേണ്ടി ഊറ്റി വെക്കാം. ഇനി നമുക്ക് കാല് കറി വെക്കാനായിട്ട്, ഞാൻ കാല് മാത്രമാകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു 2 വാഴയ്ക്കയും അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങും കൂടി ഞാൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ആദ്യം വേവിച്ചുകൊണ്ട് വരാം. അപ്പം ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ വാഴയ്ക്കയും കുറച്ച് സവോളയും കൂടി ഇട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതിനകത്തോട്ട് വേറെ അധികം മസാലയൊന്നും വേണമെന്നില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം മതിയാവും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വാഴയ്ക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു തോരൻ കറിയും കൂടി ഉണ്ടാക്കാം. നമ്മൾ ചട്ടി തീയെ വെച്ചു, നമ്മൾ കുറച്ച് കടുകിട്ടു, എന്നിട്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം, അതല്ല എങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഇടാം. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കോവയ്ക്കയുടെ തോരനാണ് വെക്കുന്നത്. കോവയ്ക്ക നല്ലപോലെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞതും അതിനകത്ത് കുറച്ച് സവോളയും ഇട്ടു, കുറച്ച് മുളകുണ്ട്, പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരവി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതിനകത്ത് പിന്നെ വേറെ അധികം മസാലകളൊന്നും ഞാൻ ചേർക്കാറില്ല. ആകെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമാണ്. ഞാൻ ഇതിനകത്ത് എല്ലാ തോരനകത്തും മിക്ക തോരനകത്തും ഞാൻ അങ്ങനെ തന്നെയാണ് ചേർക്കാറ്. മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഞാൻ അതിനകത്ത് ചേർക്കാറുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് വേവിച്ച് എടുക്കാം. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പം ഇതൊരു ഞായറാഴ്ചയും കൂടി ആയിരുന്നു. അപ്പോൾ പള്ളി കഴിഞ്ഞൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അങ്ങനെ അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് ആക്കാവുന്ന രീതിയിലുള്ള ഒരു കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്നാവുന്ന ഇതിലാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതവിടെ ഇരുന്ന് വേവട്ടെ. ഞാനിതവിടെ മൂടി വെച്ചു. ഒരു സൈഡിലത് ഇതാണ് നമ്മുടെ കാല്. ഞാൻ പറഞ്ഞത് കാലെല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. കാരണം വലിയ കാലായിട്ട് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, കഴിക്കാനായിട്ട് തോന്നത്തില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിനകത്താണ് വേവിക്കുന്നത്, കാരണം നല്ലപോലെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്താണ് വേവിക്കുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവോളയും കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ എരിവിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, കത്തോലം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം കൂടി, ചെറിയ ജീരകമാണ്, അപ്പോൾ ചെറിയ ജീരകം കുറച്ച് ജീരകം കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇടണം. അതേപോലെ തന്നെ ബേ ലീഫ് അതും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി മസാലകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ടൻ മസാല എന്താണേലും നിങ്ങൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി ഇടുക. അതുപോലെ തന്നെ മട്ടൻ മസാലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. ഒരു നെകക്ക എന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് ഉപ്പും കൂടി ആഡ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകണ്ട. ഉപ്പിട്ടില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കറി. അപ്പം മട്ടൻ മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പിന്നീട് വേണമെങ്കിലാണെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10 വിസിൽ വരുന്ന രീതിയിൽ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. കാരണം ഇതിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ 10 വിസിലെങ്കിലും മിനിമം അടിക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ, നമ്മുടെ തോരൻ കറി ഇവിടെ ഏറെക്കുറെ ഒന്ന് ആകാനായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വാഴയ്ക്കയും അതുപോലെ തന്നെ പൊട്ടറ്റോയും വെച്ച് വെന്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കുത്തുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ വിസിൽ ഒരു 10
10 വിസിലടിക്കുന്ന രീതിയിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വിസിലടിക്കണം, ഒരു 10 എണ്ണമെങ്കിലും മിനിമം അടിച്ചിരിക്കണം. അപ്പം 10 വിസിലടിച്ച് അതവിടെ വാങ്ങി വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മേലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മളപ്പം എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്, അത് വേറൊരു കാര്യം. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ അതിൻ്റെ കാറ്റൊക്കെ പോയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല കുഴഞ്ഞ രീതിയിൽ നമുക്ക് ആ കാലൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്കകത്തോട്ട് നമ്മുടെ എല്ലെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കുക്കറും കൂടി ഒന്ന് നല്ല പോലെ കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ച് കഴിയുക. കാരണം അരപ്പൊക്കെ ആ കുക്കറിനകത്ത് ഉണ്ടാവും. അതെല്ലാം ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം ഒന്ന് എന്താ പറയുക, ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റിച്ച് വരണം. എന്നാലേ നമ്മുടെ ആ കറിയുടെ ആ എക്സാക്റ്റ് ടേസ്റ്റിലോട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതല്ല എങ്കിൽ തുറന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാം. പെട്ടെന്ന് വറ്റണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചാണെങ്കിൽ വേവിക്കാം. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ കറിയും അതേപോലെ തന്നെ നമ്മുടെ മട്ടൻ ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നല്ല മട്ടൻ്റെ കാല് കറിയും അതുപോലെ തന്നെ നമ്മുടെ തോരനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടങ്ങ് കഴിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നുകൊണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.